സഹോദരരെ, സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ യാത്ര നോർത്തേൺ അയർലൻഡിലെ മൗണ്ട് പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഭൂപ്രദേശമായ സൈലന്റ് വാലിയിലേക്കാണ്. പ്രകൃതി ഭംഗി കൊണ്ടും 20-ാം നൂറ്റാണ്ടിലെ മികച്ച ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന നിലയ്ക്കും ഈ പ്രദേശം ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബെൽഫാസ്റ്റ് നഗരത്തിലെ ജനസംഖ്യയും വ്യവസായങ്ങളും അതിവേഗം വളർന്നു വന്നു. ഇതോടെ നഗരത്തിൽ കടുത്ത കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങി. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. ബെൽഫാസ്റ്റ് നഗരത്തിൽ നിന്നും മാറി സ്ഥിതി ചെയ്യുന്ന മൗണ്ട് പർവ്വതനിരകളിൽ പെയ്യുന്ന ശുദ്ധമായ മഴവെള്ളം സംഭരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കിൽക്കീലിനടുത്തുള്ള ഹാപ്പി വാലി എന്ന താഴ്വരയാണ് എന്ന് അവർ കണ്ടെത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ ഇവിടെയുള്ള പക്ഷിമൃഗാദികൾ കൂട്ടത്തോടെ ഇവിടെ നിന്നും പലായനം ചെയ്തു. അങ്ങനെ നിർമ്മാണത്തിന് ശേഷം ഇവിടെയുണ്ടായ നിശബ്ദതയെ കണക്കിലെടുത്ത് അവർ ഇതിനെ സൈലന്റ് വാലി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഹാപ്പി വാലി സൈലന്റ് വാലിയായി മാറിയത്. 1923 ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാകുന്നത് 1932 ഡാം നിർമ്മാണത്തിനായി വന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി സൈലന്റ് വാലിക്ക് സമീപം താൽക്കാലികമായി ഒരു കൊച്ചു നഗരം തന്നെ അവർ നിർമ്മിക്കുകയുണ്ടായി. ബിഗ് ഹോംസ് ടൗൺ എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. ഡാമിൻ്റെ പണി പൂർത്തിയായതോടെ ഈ പ്രദേശം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടു. അയർലൻഡിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ചുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടത് ഈ നഗരത്തിലാണ് എന്നും പറയപ്പെടുന്നു. ഈ പ്രദേശത്ത് ചതുപ്പ് നിറഞ്ഞ മണ്ണായിരുന്നതിനാൽ ഡാം തകർന്നു പോകാതിരിക്കാൻ ഭൂമിക്കടിയിലേക്ക് 180 അടിയിലധികം ആഴത്തിൽ വലിയ ഇരുമ്പ് പൈപ്പുകൾ ഇറക്കി അതിലൂടെ വായുമർദ്ദം കടത്തിവിട്ടാണ് തൊഴിലാളികൾ അന്ന് ഈ ഡാമിന് അടിത്തറ ഉറപ്പിച്ചത്. ആ കാലത്തെ ഏറ്റവും മികച്ച സിവിൽ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇന്ന് ബെൽഫാസ്റ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് സൈലന്റ് വാലി. ഇവിടെ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള നഗരങ്ങളിലേക്ക് പൈപ്പുകൾ വഴി വെള്ളമെത്തിക്കുന്നത് ഗുരുത്വാകർഷണ ബലം മാത്രം ഉപയോഗിച്ചാണ്. ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് മൗണ്ട് മതിൽ. സൈലന്റ് വാലിക്ക് ചുറ്റുമുള്ള മലനിരകളിലൂടെ കടന്നു പോകുന്ന 35 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ കൽമതിലാണിത്. ജലസംഭരണിയിലെ വെള്ളം കന്നുകാലികളോ മറ്റു മൃഗങ്ങളോ വന്ന് മലിനമാക്കാതിരിക്കാൻ 1910-നും 1922-നും ഇടയിലാണ് ഈ മതിൽ നിർമ്മിച്ചത്. ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് സൈലന്റ് വാലി. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ട്രക്കിങ്ങിനും പക്ഷി നിരീക്ഷണത്തിനുമൊക്കെയായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. മറ്റൊരു യാത്രയുമായി അടുത്ത വീഡിയോയിൽ കാണാം.